ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്നിതാ പെൺകുട്ടികൾക്ക് പറ്റിയൊരു നല്ലൊരു ഷർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഏതൊരാൾക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഷർട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് 1 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നല്ല ഷർട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്ന് വെച്ചാൽ ചിലവർക്കായിരിക്കും ആ കോളർ അടിക്കണ്ടേ, സ്റ്റിച്ച് ചെയ്യണ്ടേ, ഈ ഒരു എന്താ പറയുക, അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കോളറും എല്ലാം തന്നെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷർട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളിൽ കമൻ്റ് ആക്കാൻ മറക്കരുത്. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ആദ്യം ഇതാ 2ആയിട്ട് മടക്കി വെച്ച തുണിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഒരു വശം എത്രയാണോ കിട്ടേണ്ടത് അതിൻ്റെ തയ്യൽ തുമ്പും അടക്കം മടക്കി വെക്കുക. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന വശം ബാക്ക് പാർട്ടാണ്, അടിയിലുള്ളതാണ് ഫ്രണ്ട് പാർട്ടായിട്ട് വരുന്നത്. എന്നിട്ട് എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നോക്കിയതാ മടക്കി വെച്ചത് വശം കണ്ടോ എങ്ങനെ മടക്കിയെന്നുള്ള. അപ്പോൾ ഫ്രണ്ടിലുള്ളത് ബാക്ക് പാർട്ടും ബാക്കിലുള്ളത് ഫ്രണ്ട് പാർട്ടുമാണ്. അപ്പോൾ ബാക്ക് പാർട്ടിലാണ് നമ്മൾ അളവെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഫുൾ ലെങ്ത്ത് എനിക്ക് ഇവിടെ 22 ഇഞ്ചോളം വേണേ. അപ്പോൾ ഇതാ 22 ഇഞ്ചിൽ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത്. 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21.5 വേണ്ടു. 1 ഇഞ്ച് മേലെ തയ്യൽ തുമ്പും താഴെ 1 ഇഞ്ചും. എന്നിട്ട് എക്സ്ട്രാ നമ്മുടെ ഫ്രണ്ട് പാർട്ടില്ലേ അവിടെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു നമുക്ക് ബട്ടൺ വെക്കണ്ടേ, അതിന് ബട്ടൺ വെക്കേണ്ടതുകൊണ്ട് മടക്കി അടിക്കേണ്ടതുകൊണ്ടാണ് അവിടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് കേട്ടോ മടക്കി അടിക്കാൻ. അപ്പം മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ വരും. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ, എന്ന് വെച്ചാൽ ഏതൊരു മക്കൾക്ക് പെട്ടെന്ന് തയ്ച്ച് ഒരു അരമണിക്കൂർ നമ്മുടെ കയ്യിൽ സമയം ഉണ്ടെങ്കിൽ ഈ ഒരു ഷർട്ട് പെട്ടെന്ന് തന്നെ തയ്ച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ടിതാ ഷോൾഡർ ഒരു 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് എവിടുന്നതാ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്താൽ ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇതാ 6 ഇഞ്ച് തന്നെ ആം ഹോളും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് അടുത്ത് വേണ്ടത് വെച്ചാൽ ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഷോൾഡറും ആം ഹോളും തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തത് 1/2 ഇഞ്ച് ഇതില്ലേ ബാക്ക് നെക്ക് ലെങ്ത് തന്നെ. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 1/2 ഇഞ്ചും പിന്നെ 2.25 ഇഞ്ച് വിഡ്ത്തും കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് കേവാക്കി കൊടുക്കുക. അതുപോലെ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടൊന്ന് വരണം കൊടുക്കാം. അതിന് ശേഷം നോക്കിയേ, എനിക്ക് ചെസ്റ്റ് റൗണ്ട് 6 ഇഞ്ചാണ് വേണ്ടത്. എക്സ്ട്രാ 1.5 ഇഞ്ചോളം എടുക്കുക. അപ്പോഴത്തേക്ക് പെൻസിലിൻ്റെ മോനോടിന് പോയി. പിന്നെ നോക്കുന്ന നേരെ ഒരു ചോക്ക് എടുത്ത് അതാണ് തെളിയുന്നില്ല. എന്നിട്ട് പിന്നെ സെറ്റാക്കി വന്ന് അതൊന്ന് അടയാളപ്പെടുത്തി കേട്ടോ. ഇനി അടുത്ത് വേണ്ട താഴെ അതേപോലെ തന്നെ 6 7.5 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കിയിട്ടൊന്ന് മേലോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഷർട്ടൊന്നും നമ്മൾ ഈ കറക്റ്റ് ഫിറ്റായിട്ടൊന്നും ഇടില്ലല്ലോ. എന്നിട്ട് താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചെറിയൊന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിലൊരു റൗണ്ടുള്ള നല്ല ഭംഗിയായിരിക്കില്ലേ ഷർട്ട് കാണുക. അപ്പോൾ അങ്ങനെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയേ, കൈക്കുഴിൻ്റെ അവിടെ നിന്ന് നമ്മളൊന്ന് അവിടെ ഒരു കേവ് ഷേപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഈ അളവെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിത് കൂടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ എല്ലാവരും വീഡിയോ കാണും, അപ്പോൾ ഈ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാം ഭയങ്കര മടിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്യുക. ഇതാ നെക്കും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ടാണ് ഇത്. അപ്പോൾ അതിൻ്റെ 2 ഇഞ്ചില്ലേ അത് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം 2.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് നെക്ക് താണ്ടല്ലേ വേണ്ടേ, അപ്പോൾ കോളറി ആയതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുത്തത്. അപ്പോൾ ഇതൊരു 6 വയസ്സുള്ളൊരു കുട്ടീൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നതല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ അളവ് എത്രയാണോ അതിന് കണക്കായിട്ട് എടുക്കാം. നിങ്ങൾ ഇതിൻ്റെ മെത്തേഡ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിൽ ഞാനിവിടെ ജസ്റ്റ് ഒരു നോച്ചും കൂടി കൊടുത്തിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടി, മടക്കി തയ്ക്കുന്നേരം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ ഇപ്പോൾ ഞാൻ ബാക്ക് താണിട്ടും ഫ്രണ്ട് കുറച്ച് കയറിയിട്ടുള്ള ഷർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത കൈയാണ് കട്ട് ചെയ്യുന്നത്. നോക്കി 2 തുണി ഇങ്ങനെ വെച്ച് മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കൈയിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് വെച്ചാൽ 16 ഇഞ്ചോളം വേണം. അപ്പോൾ 2 ഇഞ്ച് ബാൻഡ് വരും. അപ്പോൾ 2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 14 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ചേർക്കുക തയ്യൽ തുമ്പായിട്ട്. അങ്ങനെ 15 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 6 ഇഞ്ചോളം താഴോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്ത് അവിടുന്ന് 3.5 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് വിടുത്തൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതലായിരിക്കും കേട്ടോ കൈ വരിക. എന്നിട്ടൊന്ന് മധ്യത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കൈ ഒന്ന് വെച്ച് നോക്കുന്നേരം കറക്റ്റ് എത്രയാണോ അത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്ലീവ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇഞ്ചാണ്. അപ്പോൾ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇതില്ലേ
ടോപ്പിൻ്റെ വശം അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കേ, കറക്റ്റാണോ കൈ കറക്റ്റാണോ കിട്ടുന്നതെന്നുള്ളത് നോക്കിയേ. അപ്പോൾ നമ്മളിപ്പോൾ 6 ഇഞ്ചോളം താഴെ എടുക്കാണ്ട് 5.5, ഇപ്പോൾ നമ്മളിപ്പോൾ ആം ഹോൾ 6 എടുത്തേ, 6 എടുക്കാതെ ഒരു 5.5 ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തയ്ക്കേണ്ട അളവ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക കൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കൈ ആയിരിക്കും കേട്ടോ. ഇതാ കൈയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാൻഡ് വേണ്ട 2 ഇഞ്ചല്ലേ വേണ്ടേ. അപ്പോൾ 2 ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച്, അപ്പോൾ 2 2 4 നമ്മൾ മടക്കി വെക്കുന്നില്ല, അപ്പോൾ അരയോ 1, അപ്പോൾ 5 ഇഞ്ചോളം ഞാനിവിടെ കൈ വീതി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് റൗണ്ട് എത്രയാണോ അത്രയാണ് ഇതിൻ്റെ നീളം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ എത്രയാണ് 2, നമ്മളിപ്പോൾ ഒരു വലിയ തുണി അതിന് നേരെ മടക്കിയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വന്നത്. ഒന്നും കൂടി നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് പോർഷൻ ഞാൻ ഒന്ന് കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 ഇഞ്ച് ഞാൻ മേലിൽ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നന്നേ കട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഒരു പോക്കറ്റും കൂടി സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ച് ഇതാ പോക്കറ്റ് നോക്കിയാൽ 5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിടുത്തിലുമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് പോക്കറ്റ്. അപ്പോൾ 2.5 എന്ന് വെച്ചാൽ നിവർത്തിക്കഴിഞ്ഞാൽ 5 ഇഞ്ച് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 5ഉം 5ഉം ആ ഒരു ലെവലിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ പോക്കറ്റിൻ്റെയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ബട്ടൺ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചല്ലേ എക്സ്ട്രാ എടുത്തത്, അപ്പോൾ 1 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി 2ാമത്തെ ഇഞ്ചും കൂടി മടക്കിയതിന് ശേഷം ഇതാ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മോശവശം നോക്കിയിട്ട് വേണേൽ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു തുണിയിലെന്ന് വെച്ചാൽ നല്ല വശം ഏതാ മോശവശം ഏതാന്ന് തിരിയാത്തൊരു മനസ്സിലാകാത്തൊരു തുണിയല്ലേ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മോശവശത്ത് എന്തെങ്കിലും ഒന്ന് ക്രോസ് മാർക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ നല്ല വശം ഏതാ മോശവശം ഏതാന്നുള്ള. 2 വശവും ഈ ബട്ടൺ വെക്കേണ്ടത്, ബട്ടണും ഒരു വശം ബട്ടണും ഒരു വശം ബട്ടൺ ഹോളും അല്ലേ വരണ്ടേ. അപ്പോൾ 2 വശം ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി അടുത്ത പോക്കറ്റാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതാ അടുത്ത സൈഡിലാണ് പോക്കറ്റ് വെക്കുന്നത്. അത് കറക്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇതാ അതിൻ്റെ മേലെ വശം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോശവശം വെച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് ചുറ്റും ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഇത് ഈ ഒരു തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറഞ്ഞാൽ കേൾക്കാത്ത ഒരു തുണിയാണ്. എന്താ വെച്ചാൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ നിവർന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ആദ്യം ഒന്ന് ഒരു 1/4 ഇഞ്ചൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റും, എന്നിട്ട് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കിയേ ഇതെങ്ങനെ 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടൊരു 7 ഇഞ്ച് താഴെ ഷോൾഡറിൽ നിന്ന് ഇപ്പോൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ഷോൾഡറിൽ നിന്ന് ഒരു 7 ഇഞ്ച് താഴെയാണ് ഞാൻ ഇവിടെ പോക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോക്കറ്റെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുട്ട് സൂചിയില്ലേ അത് ചുറ്റും ഒന്ന് കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മുട്ട് സൂചിയൊന്നും കുത്തുന്നില്ല, കൈ കൊണ്ട് തന്നെ വെച്ചിട്ട്. പിന്നെ ഈ ഒരു തുണി എന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്ന പോലത്തൊരു തുണിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക, ഒരിക്കലും വലിച്ച് പിടിക്കാതിരിക്കുക കേട്ടോ. കറക്റ്റ് മെഷീൻ എങ്ങനെയാണ് പോകുന്നത് അതിന് കണക്കായിട്ട് തുണിയൊന്നും നീക്കി കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചാൽ നല്ല വേഗം പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു തുണിയില്ലല്ലോ. പക്ഷെ അത്രയും വേഗം ഒരു എന്താ പറയുക വലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു തുണിയാണേ. ഇതാ പോക്കറ്റ് ചുറ്റും ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്റ്റിച്ച് അങ്ങനെ ചുറ്റും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1/4 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ട് പാർട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് മുട്ട് സൂചി കുത്തിയിട്ട് സെറ്റാക്കി 2ഉം കൂടി ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ നല്ല വശം വെക്കുക. അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിപ്പോൾ മുട്ട് സൂചി ഒന്നും കുത്തിയിട്ടില്ല, 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെയുള്ള. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് വിടത്തിൽ ഒന്ന് 2 ഷോൾഡറും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ ഇനി അടുത്ത നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ കോളർ വെക്കണ്ടേ, ആദ്യം തന്നെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യേ. നോക്കിയേ ബാക്ക് വശത്ത് സെൻറ്ററില്ലേ അവിടുന്ന് ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ഞാനിവിടെ 1 ഇഞ്ച് വിട്ടിട്ടാണ് കോളർ വെക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് വിട്ടതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് അളവെടുക്കുക കേട്ടോ. കറക്റ്റ് ഇങ്ങനെ വെച്ച് അളവെടുക്കുക, വലിച്ച് വെക്കുകയൊന്നും ചെയ്യരുത്. കറക്റ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ച് കൊടുക്കുക ചെയ്യുന്നിട്ട് 1 ഇഞ്ചിന് മുമ്പേ ആയിട്ട് തന്നെ അളവ് നോക്കുക. 15 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 15ൻ്റെ നേരെ പകുതി 7.5, 7.5യും പ്ലസ് ഒരു അരയും കൂടി കൂടുതലാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നേരെ മടക്കിയ തുണിയാണ്. അപ്പോൾ 8 ഇഞ്ച് നീളവും അതേപോലെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളതല്ലേ 5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ വലിയവരത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നേരം ഒരു 6 ഇഞ്ചോളം വീതി വേണേ, ഒരു 3 ഇഞ്ചെങ്കിലും ഒരു സൈഡ് വേണം. അപ്പോൾ നേരെ മടക്കി വെക്കുന്നേരം നോക്കിയേ, മടക്കി വെച്ച് കഴിഞ്ഞാൽ 5 ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നേരെ മടക്കി കഴിഞ്ഞാൽ 2.5 ഉണ്ടാവൂ. എന്നിട്ട് ആദ്യം വീതിയിൽ നേരെ മടക്കി കൊടുക്കുക, എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് 7.5 ഇല്ല, 7.5ൻ്റെ മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ. അപ്പോൾ 15 കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ 7.4, 7.5 ലേര എന്നിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് നേരെ മേലോട്ടേക്ക് ഒരു കോർണറായിട്ട് കറക്റ്റ് ഒന്ന്
മേലോട്ടേക്കൊന്ന് വരണം കൊടുക്കുക കേട്ടോ. കോർണറിലേക്ക് കറക്റ്റ് ഒന്ന് ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് വരണം കൊടുക്കുക. എന്നിട്ട് ഇത് മോശവശം വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നേരെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കോളർ വളരെ സിമ്പിളാണ്, ഞാൻ പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നൊരു കോളറാണ്. പിന്നെ ഇതിൻ്റെ ഈ കോർണറിൽ കറക്റ്റ് ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക. എന്താ വെച്ചാൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷാർപ്പാക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഈ 3 വശവും നല്ല തട്ട വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക 3 വശത്തും. എന്നിട്ട് താഴെയും കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് വീതിയിൽ താഴെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ എന്താ പറയുക, ജസ്റ്റ് പെട്ടെന്ന് കഴിയുന്നൊരു കോളറാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യാൻ ഒരു 4 ഇഞ്ച് വീതിയിലും കൂടി ഒരു സ്റ്റിച്ചും കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളർ നേരെ മടക്കി വെച്ചതിന് ശേഷം സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ മേലെ ഷാർപ്പിളായ വശമല്ലേ വേണ്ടേ, നിങ്ങൾ നോക്കിയേ, അത് താഴെയില്ലേ. ഇപ്പോൾ ഈ നമ്മുടെ ഷർട്ടിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ സെൻറ്റർ ഒരു നോച്ച് കൊടുത്തിട്ടില്ലേ, അതും ഈ കോളർക്ക് നടുക്കൊരു നോച്ച് കൊടുത്താൽ അത് രണ്ടും തമ്മിൽ നല്ല വശം അടുപ്പിച്ച് വെച്ചതിന് ശേഷം സെൻറ്റർ വെച്ചിട്ട് ഇങ്ങോട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കോളറ് അതേപോലെ കൈ അതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് സെൻറ്റർ വെച്ചിട്ട് മാത്രം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒരു സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ചിലപ്പോൾ വലുപ്പക്കുറവ് കാണിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നോക്കിയേ, 1 ഇഞ്ച് കറക്റ്റ് ആ ഒരു അളവ് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയേ, ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു 1 ഇഞ്ച് മാറ്റി വെച്ച് ബാക്കിയുള്ളിടത്തേക്ക് കോളർ വരുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അളവ് കറക്റ്റ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് കിട്ടും കേട്ടോ. പിന്നെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ട് സ്റ്റിച്ചിൽ എന്താ വെച്ചാൽ തുണി അങ്ങോട്ടായിപ്പോയി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അളവിലുള്ള വ്യത്യാസമാണ്, അല്ലാണ്ട് തുണിക്ക് ജീവനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് കറക്റ്റ് അളവ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കോളർ ഏകദേശമായി. ഇനി അടുത്ത് നമുക്ക് ഈ തയ്യൽ തുമ്പ് കവർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് പീസാണ് എടുക്കുന്നത്. കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ടോപ്പിൻ്റെ മുകളിൽ കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ ഈ ഒരു ക്രോസ് പീസില്ലേ വെക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഈ ഷർട്ടിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് മറിച്ച് വെച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണേൽ വെക്കാൻ. എന്നിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് മറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കറക്റ്റായ ക്രോസ് പീസിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു വശം വെച്ചിട്ട്, ഇപ്പോൾ കോളർ ഉള്ളിലുണ്ടാവണേ, അപ്പോൾ അതിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്റ്റിച്ച് പുറത്ത് കാണില്ലേ, അപ്പോൾ ആ സ്റ്റിച്ച് മേലൂട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വെച്ചിട്ട് നോക്കുക എങ്ങനെയാണ് ഞാൻ ഈ ക്രോസ് പീസ് വെച്ചതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നേരം പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കാണുന്നേരം നമ്മൾ ചിലതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ നേരിൽ കാണുന്നേരല്ല കറക്റ്റ് തിരിയുക. എന്നിട്ട് നോക്കിയതാ മടക്കുന്ന ലെവലിലേക്ക് ഇങ്ങോട്ടേക്ക് മടക്കി, എന്നിട്ട് ഒരു വശം അങ്ങോട്ടേക്ക് മടക്കി ഫുള്ളായിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ ആ വശത്തേക്ക്, കോളറിൻ്റെ വശത്തേക്കല്ല ഷർട്ടിൻ്റെ ആ വശത്തേക്കൊന്ന് മടക്കിയിട്ട് 2 മടക്ക് മടക്കിയിട്ട് തയ്യൽ തുമ്പ് കാണാത്ത വിധം തയ്യൽ തുമ്പ് ഉള്ളിലാവുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് സ്ലീവാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ നമ്മുടെ സ്ലീവ് റൗണ്ട് വശയില്ല, അവിടെ 2 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ച് വീതിക്ക് 2 മടക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്ലീവ് അതുപോലെ തന്നെ 2 വശവും ഇങ്ങനെ 4 ഇഞ്ച് മടക്കിയിട്ട് ഈ മോശവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഷർട്ടിൻ്റെ എല്ലാം കൈക്കെല്ലാം കാണുന്നില്ല, ഒരു കുറച്ചൊന്ന് മടക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തത് ആ ഒരു ഓപ്പണാണ് ഇത്. എന്നിട്ട് അതിന് ശേഷം സ്ലീവ് റൗണ്ടിൻ്റെ അവിടത്തേക്ക് നമ്മളൊരു ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതും അതിൻ്റെ മോശവശത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ മോശവശത്തേക്ക് ഈ നമ്മുടെ വെക്കുന്ന ഈ ബാൻഡിൻ്റെ തുണിയില്ല നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കിയേ, ഇത് നല്ല വശത്തേക്ക് മറിച്ച് കൊടുത്തതിന് ശേഷം നോക്കിയേ, ഈ വശം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പുറം ഓപ്പണിൻ്റെ അവിടെ 1/2 ഇഞ്ച് മടക്കി അടിച്ചില്ല, അപ്പോൾ 1/2 ഇഞ്ച് കൂടുതലാണ് ഈ ബാൻഡിൽ വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം. ഓക്കെ, അപ്പോൾ ബാൻഡിൻ്റെ മോശവശമാണ് വരുന്നത്, നിങ്ങൾ നോക്കണേ കറക്റ്റ്. നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം മോശവശം വെച്ചിട്ടല്ലേ ബാൻഡിൻ്റെ നല്ല വശം സ്റ്റിച്ച് ചെയ്തേ. നോക്കിയതാ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഒന്ന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നോക്കിയേ. അതുപോലെ 2 സ്ലീവും ഇതുപോലെ തന്നെ നല്ല വശം വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മോശവശത്തേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം 2 രീതിയിലും ചെയ്യാം, നല്ല വശം ചെയ്തിട്ട് മോശവശത്തേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് മുകളിലേക്ക് കാണും കേട്ടോ. മോശവശം വെച്ചിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നേരം. പിന്നെ ഇത് നോക്കിയേ, സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ സെൻറ്ററിലേക്ക് നല്ല വശം, സ്ലീവിൻ്റെ നല്ല വശം നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ
വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് മുമ്പേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാനിതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനില്ലേ അവിടെയും അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ 2 വശത്തും 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് കുഴിച്ച് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഈ ചുരിദാറിൻ്റെ എല്ലാ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെ കുഴിച്ച് മുറിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ വീഡിയോ എടുത്തിട്ട് അതൊന്ന് ഡിലീറ്റ് ആയി പോയതല്ല, ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ആയി പോയെന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഓഫായിപ്പോയി കേട്ടോ ഫോണ്, അതാ പറ്റിയത്. അതുകൊണ്ട് അതും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊരു ടോപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം ഫ്രണ്ട് പോർഷൻ ഒരു 1/4 ഇഞ്ച് കുഴിച്ച് മുറിച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിനേക്കാളും ഒരു 1/4 ഇഞ്ച് കുഴിച്ച് മുറിച്ച് കൊടുക്കണേ. ഇനിതാ കൈ ഒരുമിച്ച് വെച്ചതിന് ശേഷം ബാൻഡ് നമുക്കിപ്പോൾ 2 ഇഞ്ച് കിട്ടി. അപ്പോൾ 2 ഇഞ്ചോളം നമ്മളിപ്പോൾ ഓപ്പണും കൂടി സ്റ്റിച്ച് ചെയ്തില്ല, അപ്പോൾ 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് മതി. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് മതി കേട്ടോ. അവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ തയ്യൽ തുമ്പ് 1.5 എടുത്തിട്ടില്ലേ, അത് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ 1.5 എടുക്കുന്നില്ല, അവിടെ 1 ഇഞ്ചാന്നേ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഷർട്ടിന് കുറച്ച് ലൂസ് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട ഈ ഒരു അളവിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ വരുന്ന പീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളയണേ. അല്ലാണ്ട് ഇപ്പോൾ കൈൻ്റെ ഇതെല്ലാം തുന്നൽ തയ്യൽ തുമ്പൽ കൂടുതൽ കാണുന്നേരം ഒരു ബോറായിട്ടുണ്ടാവില്ലേ. നമ്മളിപ്പോൾ കയ്യെല്ലാം മടക്കുന്നേരം ഒരു 1/2 ഇഞ്ച് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്യുക. അതേപോലെ താഴെ വശവും കൂടി ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ഞാൻ പിന്നെ ബട്ടൺ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബട്ടൺ വെക്കുന്ന മെഷീന് ചെറിയൊരു പണി കിട്ടിയിട്ടില്ല. അപ്പോൾ പുറത്തൊരു നമുക്കിപ്പോൾ ബട്ടൺ വെക്കുന്ന മെഷീൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പുറത്ത് ഷോപ്പുണ്ട്, അവിടെ 10-20 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ബട്ടൺ വെച്ച് തരും. അങ്ങനെ ഞാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ.